إن الحمد لله الذي لا إله إلا هو وحده لا شريك له الذي ألف بين الأصدقاء على غير أرحام بينهم وأرسل المودة والمحبة في قلوبهم ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا رسول الله صلى الله وسلم وبارك عليه وعلى أصحابه أجمعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷിതാവും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാന്റെ വിധിവിലക്കുകളെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായ എല്ലാ ദോഷങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള തഖ്വയുള്ള അവൻ്റെ മുത്തഖികളായ അടിമകളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോട് ശേഷം നമ്മളോട് ഉണർത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്ന അനേകം ഉത്കൃഷ്ടമായ ഗുണങ്ങൾ വിശ്വാസത്തിലും അനുഷ്ഠാനങ്ങളിലും സ്വഭാവങ്ങളിലുമില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സത്യസന്ധത എന്നത്. സൂറത്ത് തൗബയിലെ പ്രസിദ്ധമായ വചനം, സത്യത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരെ ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, അതിനെ ലംഘിക്കാതെ നോക്കുക. എങ്ങനെയാണ് അതിന് സാധിക്കുക? കൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യത്തിൻ്റെ സത്യസന്ധതയുള്ളവരുടെ ഒപ്പം കൂടുക. വലിയ വിഷയമാണ്. ഖുർആനിൻ്റെ ഭാഷയിൽ അറബിയിൽ കൂട്ടുകാരനെ പറ്റി പറയുക സദീഖ് എന്നാണ്. സിദഖിൽ നിന്നുള്ളൊരു വാക്കാണ്. മുഅ്മിൻ, വിശ്വാസി എന്നത് അതിൻ്റെ ആശയ പൂർണ്ണതയ്ക്ക് വേണ്ടി സത്യവിശ്വാസി എന്നാണ് നമ്മൾ പറയുക. ഒരു പലതരം വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസി സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുപോലെ കൂട്ടുകാരൻ, അവൻ സത്യസന്ധനാണ്. ഒരു നിലക്കും യാതൊരു കള്ളത്തരവും ചതിയും വഞ്ചനയും കാപട്യവും കാണിക്കാത്തവൻ, ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ളവൻ, അവനാണ് സദീഖ്, കൂട്ടുകാരൻ. സ്നേഹിതൻ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ പറയുമ്പോൾ ആ സ്നേഹത്തിൽ കലർപ്പില്ലാത്ത, കളങ്കമില്ലാത്ത സത്യസന്ധതയുണ്ടായിരിക്കണം, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഓരോരോ ഭാഷയിലും പല പേരുകളാണ്. അപ്പോൾ കൂട്ടുകാരൻ ആരായിരിക്കണം? നമ്മുടെ കൂട്ടുകാരൻ. എങ്ങനെയുള്ളൊരു കൂട്ടുകാരനാവണം ഞാൻ? ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വഭാവത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. എപ്പോഴും കൂടെ ഉണ്ടാകുന്ന, കൂടെ ഇല്ലാത്ത അഭാവത്തിലാണെങ്കിൽ പോലും നല്ലത് മാത്രം വിചാരിക്കാനും പ്രതീക്ഷിക്കാനും ഉറപ്പിക്കാനും പറ്റിയ ഒരു ബന്ധം സത്യസന്ധമായ, ആത്മാർത്ഥമായ അടുപ്പത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനെ പരിചയപ്പെടുത്തുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന അനേകം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ കൂട്ടുകാരുടെ ഉദാഹരണങ്ങൾ പറയുന്നു. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ, മാനുഷ ചരിത്രത്തിൻ്റെ തുല്യതയില്ലാത്ത വലിയ ത്യാഗത്തിൻ്റെ, പരീക്ഷണത്തിൻ്റെ കടുത്ത കടമ്പകൾ കടന്നുപോയ ഹിജ്റയുടെ പാഠം. അവിടെ ആദർശത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിനും ഉറപ്പിനും വേണ്ടി ജീവൻ പോലും ബലി കൊടുക്കേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളിൽ മക്കയിൽ നിന്ന് ജീവനും കൊണ്ട് ഓടിപ്പോകുന്ന പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ തൻ്റെ എല്ലാമായ
നിഴൽ പോലെ മുന്നിലും പിന്നിലും നിൽക്കുന്ന അസ്സിദ്ദീഖുൽ അക്ബർ, ഏറ്റവും വലിയ വിശ്വസ്തൻ, കൂട്ടുകാരൻ എന്ന് പേര് ലഭിച്ചിട്ടുള്ള മഹാനായ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ കൂടെ പോകുകയും ചരിത്രം വിവരിക്കുകയല്ല. അവര് ശത്രുക്കളുടെ നോട്ടത്തിൽ നിന്നും ഓട്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾ. സൗർ ഗുഹയിൽ, മക്കയിൽ നിന്ന് മദീനത്തിലേക്ക് പോകുന്ന വഴി. അവിടെ മുഹമ്മദിനെ പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നു ഖുറൈശികൾ, ശത്രുക്കൾ. അങ്ങനെ ആ സമ്മാനത്തിൽ കൊതി കൊണ്ട് നാലുപാടും ഓടുന്ന ഖുറൈശി ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർ അവരുടെ കുതിരപ്പുറത്ത് സൗർ ഗുഹയുടെ മുകളിൽ വരെ വന്നു നിന്നു. നാലുപാട് നോക്കുകയും അവരിതാ ഇവിടെയും എത്തിക്കഴിഞ്ഞു, നമ്മൾ പിടിക്കപ്പെട്ടു. ആ മേലെയുള്ള വെള്ളലൂടെ എങ്ങാനും അവർ താഴോട്ട് നോക്കിയാൽ റബ്ബേ, എന്റെ പ്രവാചകന്റെ കഥ എന്തായിരിക്കും എന്ന് പേടിച്ചു വിധിഞ്ഞിപ്പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുന്നത്. ഖുർആനിൽ അത് വിശേഷിപ്പിക്കുന്നത് സാനിയസിനെ, രണ്ടിലൊരാളായി കൂടെയുള്ളത് പ്രവാചകരോടൊപ്പം തന്റെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇത് ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവർ ആ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. അന്നേരത്ത് ആ ആപ്പൽ സന്ധിയുടെ ഘട്ടത്തിൽ പെട്ടുപോയി എന്ന് പേടിച്ചു പോയ സന്ദർഭത്തിൽ ഇത് യഖൂലു സാഹിബി, തന്റെ കൂട്ടുകാരനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുകയാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കണ്ട, സങ്കടപ്പെടണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഇങ്ങനെ ആരോരുമില്ലാത്ത ഒറ്റപ്പെടുന്ന സന്ദർഭത്തിൽ പോലും ആശ്വസിപ്പിക്കുവാൻ, സമാധാനിപ്പിക്കാൻ, ധൈര്യം നൽകാൻ കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ. ആ കൂട്ടുകെട്ടിന്റെ ഉദാഹരണമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനാണ് സിദ്ദീഖുൽ അക്ബർ, ഏറ്റവും വലിയ സത്യസന്ധനായ കൂട്ടുകാരൻ എന്ന് പിന്നീട് പേര് വിളിക്കപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ കുടുംബവിശേഷങ്ങൾ ഒരുപാട് പറയുന്ന സൂറത്തുൻ നൂർ, ആ അധ്യായത്തിന്റെ പേര് തന്നെ പ്രകാശം എന്നാണ്. അതിലെ അല്പം ദീർഘിച്ചൊരു വചനത്തിൽ 61-ാമത്തെ വചനത്തിൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് അന്ധനായ കാഴ്ചയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും, അല്ല എല്ലാം കാണാനും കേൾക്കാനും അറിയുന്ന ആളാണെങ്കിൽ പോലും, നിങ്ങൾക്ക് എവിടെയെങ്കിലും കയറി ചെന്ന് വാരി വലിച്ച് തിന്നാനും പെരുമാറാനൊന്നും പാടില്ല. കുടുംബജീവിതത്തിന്റെ വിഷയങ്ങൾ പഠിപ്പിക്കുകയാണ്. വാപ്പന്റെ വീട്ടിൽ, ഉമ്മയുടെ വീട്ടിൽ, അമ്മാവന്റെ വീട്ടിൽ, അമ്മായിയുടെ വീട്ടിൽ, എളാപ്പയുടെ, മൂത്താപ്പയുടെ, എളമ്മയുടെ, മുത്തമ്മയുടെ ഒക്കെ വീട്ടിൽ പോയി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. അക്കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ വേറെ ഒരാൾ ആരാണെന്ന് അറിയാമോ? ഔസദീഖും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിൽ ആത്മാർത്ഥതയുള്ള, ഇരുമെയ്യാണെങ്കിലും ഒരു മനസ്സായി ഒന്നായി ജീവിക്കുന്ന ആത്മാർത്ഥതയുള്ള കൂട്ടുകാർ. ആ കൂട്ടുകാർക്ക് ഈ കുടുംബ ബന്ധങ്ങളുടെ ഏറ്റവും അടുത്ത രക്തബന്ധങ്ങൾ എണ്ണിപ്പറഞ്ഞപ്പോൾ കൂട്ടുകാരന്റെ വീട്ടിലും നിങ്ങൾക്ക് എന്താണ് അൻതുറുക്കുലു ജമിയൻ അവസ്ഥ, എല്ലാവരും കൂടിയിരുന്നു അല്ലെങ്കിൽ വേറിട്ടാണെങ്കിലും നിങ്ങൾക്ക് കൂട്ടുകാരന്റെ വീട്ടിലും അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിക്കുന്നു കൂട്ടുകെട്ടിന്റെ മൂല്യം എന്താണ്, അതിന്റെ ലക്ഷണം എന്താണ് എന്ന് പറയുന്നത്. കൂട്ടുകാർ ഒന്നുകിൽ നല്ല കൂട്ടുകാരനും ചീത്ത കൂട്ടുകാരൻ. ഒരു അത്തർ കച്ചവടക്കാരൻ്റെ അടുത്ത് പോയിരുന്ന നിനക്ക് നല്ല സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാം, ഒന്നുമില്ലെങ്കിൽ അവിടെ നിനക്ക് നല്ല നറുമണം സുഗന്ധങ്ങൾ ആസ്വദിക്കാൻ കഴിയും. ഇങ്ങനെയാണ് നല്ല കൂട്ടുകാരൻ. ഒരു നിലക്കൊരു ദോഷം ഉണ്ടാവില്ല, നല്ലത് നിലക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ചീത്ത കൂട്ടുകാരനാണെങ്കിലോ അത് ഒരു ഇരുമ്പിന്റെ പണിയെടുക്കുന്ന, ഇരുമ്പ് ഉരുക്കി ആയുധങ്ങൾ ഉണ്ടാക്കുന്ന പെരുങ്കൊല്ലൻ എന്നൊക്കെ പറയുന്ന
അവൻ്റെ അടുത്ത് പോയതുപോലെയാണ്. ഒന്നുകിൽ അവിടുത്തെ തരിയും ഒക്കെ നിന്റെ മേലാകെ പടർന്നു പിടിക്കും, കത്തിക്കരിയാനും സാധ്യതയുണ്ട്. അതൊന്നുമില്ലെങ്കിലും സഹിക്കാൻ വയ്യാത്ത ചീത്ത മണം നീ അനുഭവിക്കേണ്ടി വരും. ചീത്ത കൂട്ടുകാരൻ്റെ അടുത്ത് ഏറ്റവും ചുരുങ്ങിയത് അനക്ക് അതിൻ്റെ ചെറിയ അംശത്തിലെങ്കിലും ആ തിന്മകൾ നീ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ നല്ല രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നല്ല കൂട്ടുകാരുടെ ഉദാഹരണം ഇങ്ങനെയാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകൻ ഉപദേശിക്കുന്നുണ്ട്. അതായത് ചീത്ത കൂട്ടുകാരനെ സ്വീകരിക്കുന്നവൻ ഒരിക്കലും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്നാൽ നല്ല കൂട്ടുകാരനാണെങ്കിലോ അവന് ഒരുപാട് നന്മകളായിരിക്കും ലഭിക്കാൻ ഉണ്ടാവുക എന്ന്. അങ്ങനെ ഉദാഹരണങ്ങൾ ധാരാളമാണ്. ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെയും വചനങ്ങളിലൂടെയും ഒക്കെ മനസ്സിലാക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ മനുഷ്യർ തന്റെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നിടത്ത് ബുദ്ധിയുള്ള, ആലോചിച്ച് കാര്യങ്ങളെ തീരുമാനിക്കുന്നവരെ നിങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ. മറ്റെല്ലാ കാര്യത്തിലും എന്നതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടെ ഉണ്ടാവാൻ, അത്യാവശ്യം വരുമ്പോൾ സഹായിയായി മാറാൻ, താങ്ങായി കൂടെ നിൽക്കാൻ, അഭാവത്തിൽ പോലും നിന്നെക്കുറിച്ച് നല്ലത് പറയാൻ, നിന്റെ നന്മകളിൽ പ്രതീക്ഷയും പ്രാർത്ഥനയും ഉള്ളവരാവാൻ, കാണാതിരുന്നാൽ തിടുക്കം ഉണ്ടാകുന്നവരുമായ അങ്ങനെയുള്ള ആത്മബന്ധമുള്ള കൂട്ടുകാരുണ്ടാവണം. ഇന്ന് എന്തെങ്കിലും ഒരു നിസ്സാര തമാശയ്ക്ക് വേണ്ടിയോ വിനോദത്തിന് വേണ്ടിയോ നേരം പോക്കിന് വേണ്ടിയോ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു, അത് പെട്ടെന്ന് തകർന്നു പോകുന്നു. അതിലൂടെ ഒരു നന്മയുമില്ലാത്ത ദോഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന, ചീത്തശീലങ്ങൾ മാത്രം പകർന്നു കിട്ടുന്ന ബന്ധങ്ങളാണ്. കുട്ടികളെ കുഞ്ഞുനാൾ മുതൽ വളർത്തുന്ന, അവരുടെ തീറ്റിയും പോറ്റിയും അവരെ പഠിപ്പിച്ചും അവരുടെ ഉടുപ്പുകളും കോപ്പുകളും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട്. കൂടെയുള്ളവരാണെങ്കിലും മാറി നിൽക്കുന്നവരാണെങ്കിലും പ്രവാസികളാണെങ്കിലും ആരാണെങ്കിലും അവരുടെ വിഷയത്തിൽ എന്തുമാത്രം ജാഗ്രതയോടുകൂടിയുള്ള ശ്രദ്ധയാണ്, ഉത്സാഹമാണ്, അധ്വാനമാണ്, അവർക്ക് വേണ്ടി ജീവിക്കുന്നു. എന്നാൽ അതെല്ലാം എവിടെ എത്തുന്നു എന്ന് ആലോചിക്കുമ്പോൾ അവരുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ആരോടൊപ്പമാണ് അവർ പോകുന്നത്, ആരുടെ കൂടെയാണ് കളിക്കുന്നത്, എന്തൊക്കെയാണ് ശീലമായി വരുന്നത്, എന്തൊക്കെ കൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. ഈ കൂട്ടുകെട്ടിൽ നിന്നുണ്ടാകുന്ന നന്മകളെ കുറിച്ചും തിന്മകളെ കുറിച്ചും മനസ്സിലാക്കിയിട്ട് വേണം അതിനെ കാണാനും അതിനെ വേണ്ടി വന്നാൽ നിയന്ത്രിക്കാനും പ്രോത്സാഹിപ്പിക്കാനും എല്ലാം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു മൂമിനായ മനുഷ്യനോടല്ലാതെ നീ കൂട്ടുകൂടരുത്. ഈ മൂമിൻ എന്ന വിശ്വാസം, ഈമാൻ, സത്യവിശ്വാസി എന്നത് സത്യസന്ധതയുള്ള കൂട്ടുകാരൻ കൂടിയാണ്. അതുകൊണ്ടാണ് ആ നല്ല സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉടമയോടൊപ്പമായിരിക്കണം നിന്റെ കൂട്ടുകെട്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹി ഖൈറുഹും ലിസാഹിബിഹി. ഏറ്റവും നല്ല കൂട്ടുകാരൻ അല്ലാഹുവിന്റെ അടുത്ത് തന്റെ സ്നേഹിതനോട് എല്ലാ നന്മയും പങ്കുവെച്ചിട്ടുള്ള, തിന്മകൾക്കൊന്നും ഹേതുവായിട്ടില്ലാത്ത നല്ല കൂട്ടുകാരായിരിക്കും അല്ലാഹുവിന്റെ മുന്നിലെ ഏറ്റവും നല്ലവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമുക്ക് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണം. അതാണ് നമ്മുടെ പിഴവുകൾ, നമ്മുടെ വരാനിരിക്കുന്ന അപകടങ്ങൾ, നമ്മുടെ എന്തെങ്കിലും ദോഷങ്ങൾ, തെറ്റായ ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞു തരാൻ, തിരുത്താൻ, നന്മയിലേക്ക് നയിക്കാൻ, തിന്മയിൽ നിന്ന് തടയാൻ അതിന് പറ്റുന്ന ഒരു കൂട്ടുകാരൻ. അത് കണ്ണാടിയുടെ സ്ഥാനത്താണ്. എന്താണ് ദോഷങ്ങൾ, പിഴവുകൾ എന്നത് നമുക്ക് ആ ബന്ധങ്ങളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ, സമീപനങ്ങളിലൂടെ കാണാൻ സാധിക്കും. അതാണ് ആ ചൊല്ലിൻ്റെ അർത്ഥം. വേറെയും ചൊല്ലുകളുണ്ട് നമുക്ക്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ആല ചാരിയാൽ ചാണകം മണക്കും. അങ്ങനെ ഒരു പാടുകാരൻ. അപ്പോൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? ആരാണ് നമ്മുടെ കൂട്ടുകാരൻ? നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ്? ഇതെല്ലാം വിലയിരുത്തിയിട്ട് വേണം, ആലോചിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാനും അത് സ്വീകരിക്കുവാനും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസത്തിൻ്റെ, സത്യസന്ധതയുടെ, ആത്മാർത്ഥതയുടെ, ഗുണകാംക്ഷയുടെ സ്വഭാവമുള്ള, സംസ്കാരമുള്ള നല്ല ബന്ധങ്ങളെ കണ്ടെത്താനും അത് കൂടെ കൂട്ടാനും അത് നിലനിർത്തുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനാവട്ടെ.
أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الأمين والعاقبة للمتقين. أما بعد عباد الله أوصيكم ثانيا وإياي بتقوى الله. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നന്മയുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന മുത്തഖികളായി തീരാൻ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലളിതമായ വചനത്തിലൂടെ കൂട്ടുജീവിതത്തിൽ, അത് കുടുംബത്തിലും സമൂഹത്തിലും എപ്പോഴും എവിടെയും ശ്രദ്ധിക്കേണ്ടുന്ന പാലിക്കേണ്ടുന്ന ഒരു നിർദ്ദേശം, ഒരു സന്ദേശം വെക്കുകയാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖലിൽ. മനുഷ്യൻ അവൻ തന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും ഉണ്ടാവുക. കൂട്ടുകാരന്റെ സംസ്കാരത്തിൽ, കൂട്ടുകാരന്റെ വിശ്വാസത്തിൽ, കൂട്ടുകാരന്റെ ശീലങ്ങളിൽ, സ്വഭാവങ്ങളിൽ ആണ് ഉണ്ടാവുക. അതുകൊണ്ട് ആരാണ് കൂട്ടുകാരൻ എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരു കവിതയിൽ നീ ഒരു മനുഷ്യനെ കുറിച്ച് ചോദിക്കാൻ അയാളെ കുറിച്ച് വേണ്ട, കൂട്ടുകാരൻ ആരാണ് എന്ന് ആലോചിച്ചാൽ മതി. ഓരോ കൂട്ടുകാരനും ആരാണോ കൂട്ടുകാരൻ അവനെയായിരിക്കും പിൻപറ്റുക, അവനെയായിരിക്കും മാതൃകയാക്കുക. അതുകൊണ്ട് കൂട്ടുകെട്ടിന്റെ കാര്യം വളരെ ആലോചിക്കുകയും വേണം. എത്രത്തോളം കൂട്ടുകാരാണ് നല്ലത് വിചാരിച്ച് കൂടെ കൂടിയിട്ട് എന്തെല്ലാം അപകടങ്ങൾ, ആപത്തുകൾ സംഭവിക്കുന്നു. സ്വഭാവ ദൂഷ്യങ്ങൾ, പഠനത്തിൽ പിന്നോക്കമാവുന്നു, കച്ചവടത്തിൽ തോറ്റുപോകുന്നു, ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കുന്നു, പല രീതിയിൽ ചീത്തപ്പേരുകൾ ഉണ്ടാകുന്നു. എന്തെല്ലാം നാശങ്ങളാണ്, നഷ്ടങ്ങളാണ് ചീത്ത കൂട്ടുകെട്ടുകൊണ്ടുണ്ടാകുന്നത്. പിന്നീടാണ് ഖേദിക്കേണ്ടി വരിക. വിശുദ്ധ ഖുർആനിലെ വചനം അത് ആദർശത്തിന്റെ, സംസ്കാരത്തിന്റെ, ജീവിത നിലപാടുകളുടെ ഒക്കെ വിഷയത്തിൽ ബാധകമാവുന്ന രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്നു. നാളെ പറ്റിയത് മരിച്ചു ചെന്നാൽ എന്റെ നാശമേ, എന്റെ നഷ്ടമേ, ഞാൻ ഈ ചങ്ങാതിനെ കൂട്ടുകാരനായി മുന്നിൽ നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. എല്ലാം സന്ദേശങ്ങളും എല്ലാ സത്യവും വന്നു കിട്ടിയതിനു ശേഷവും ഈ ചങ്ങാതി എന്നെ തെറ്റിച്ചു കളഞ്ഞു എന്ന് വിലപിക്കേണ്ടി വരുന്ന ദാരുണമായ അന്ത്യത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് പിന്നീട് ഖേദിക്കാൻ ഇടയാവാത്ത രീതിയിൽ നേരത്തെ തന്നെ ബോധപൂർവമായിരിക്കണം കൂട്ടുകെട്ടുകൾ ഉണ്ടാവേണ്ടത്, സ്നേഹിതന്മാരെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഈ വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. എപ്പോഴും രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വചനത്തിൽ നീ ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നു, എന്നാണ് അത് പൂർത്തിയാവുക? മറ്റുള്ളവർ അതിനെ തകർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നത്, അതിൻ്റെയൊക്കെ കാര്യങ്ങളിൽ നീ വല്ലാതെ ജാഗ്രതയോടുകൂടി ചെലവിടുകയും അധ്വാനിക്കുകയും രാവും പകൽ കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഒരു കൂട്ടുകെട്ട് മതി, ഒരു ചീത്ത കൂട്ടുകാരൻ മതി, ഒരു നേരം പോക്ക് മതി, ഒരു വിനോദയാത്ര മതി, എവിടെയെങ്കിലും ഉള്ളൊരു നേരം കളയുന്ന അവസരങ്ങൾ ഉണ്ടായാൽ മതി, നീ പടുത്തുയർത്തിയതെല്ലാം തകർത്തു പോകുന്ന, നിഷ്ഫലമാക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഗൗരവമായിട്ടാണ് ഈ കാര്യത്തെ കാണേണ്ടത്. അതൊരു തമാശയായി, ഒരു നിസ്സാരമായി മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തന്നെ ജീവിതത്തിൽ ഓരോ നേരവും ഓരോ കാര്യവും നന്മ നിറഞ്ഞതാക്കുവാൻ, നമ്മളോടൊപ്പം ഉണ്ടാകുന്ന, വന്നും പോയും നിൽക്കുന്ന, കണ്ടും കേട്ടും പറഞ്ഞും കൂട്ടുകൂടുന്ന നമ്മുടെ ബന്ധങ്ങളിൽ ഓരോ വാക്കും, ഓരോ നോട്ടവും, ഓരോ നീക്കവും നന്മയാവണമെങ്കിൽ നല്ല കൂട്ടുകാരുണ്ടാവണം. നമ്മൾ നന്നാവണം, നമ്മളിൽ മാതൃക ഉണ്ടാവണം. നമ്മൾ സ്വീകരിക്കുന്ന കൂട്ടുകാരികൾ നന്മയുടെ മാതൃക ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ പുന്നോമന മക്കൾ, അവർക്ക് നന്മയുടേതായ സാന്നിധ്യവും നന്മയുടേതായ തണലും താങ്ങും എല്ലാം ലഭിക്കുന്ന രീതിയിലുള്ള പഠനത്തിലും ഉദ്യോഗത്തിലും അധ്വാനത്തിലും ഏർപ്പാടുകളിലും വിനോദങ്ങളിൽ പോലും നന്മയുടെ കൂട്ടുകെട്ടുകൾ ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കണം.
الله ونبرك مرابط. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم اجرنا من النار وادخلنا الجنه يا رب العالمين. اللهم اجعلنا بك مؤمنين ولك عابدين ولحسن الصداقه موفقين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين. اللهم احفظ دوله الامارات وتولها برعايتك واعهدها بعنايتك يا رب العالمين. اللهم احفظ بحفظك رئيس الدوله وادم عليه لباس السداد والحكمه ووفقه ونوابه واخوانه حكام الامارات وولي عهده الامين لما تحب وترضى. اللهم ارحم شيوخ الامارات والقاده المؤسسين وادخلهم بفضلك فسيح جناتك يا رب العالمين. واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اهدي اولادنا وشبابنا وبنات المسلمين واحفظهم بحفظك واجعلهم قرة عين لاهلهم. اللهم انا نسالك الهدى والتقى والعفاف والغنى. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقيموا السلام.